ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോ കിട്ടുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഈ ആഴ്ച OTT റിലീസ് ചെയ്യാൻ പോകുന്ന വമ്പൻ ചിത്രങ്ങളെ കുറിച്ചാണ്. സൂക്ഷ്മദർശിനി അടക്കമുള്ള നിരവധി ചിത്രങ്ങളെ ഡേറ്റ് കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഇപ്പോൾ ലഭ്യമായിരിക്കണം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണ് പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന 3 ചിത്രങ്ങളാണ് ഈ ആഴ്ച OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ചിത്രം ഏതെന്ന് നോക്കുകയാണെങ്കിൽ അയാം കാതൽ എന്ന് പറയുന്ന നസ്ലിൻ കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ ചിത്രമാണ്. ഗിരീഷ് ഷെഡിയാണ് ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ പടമാരി ചിത്രങ്ങൾ ഒന്നായിട്ട് മാറിയ പ്രേമലു എന്ന് പറയുന്ന സിനിമ അണിയിച്ചൊരുക്കി ഗിരീഷ് ഷെഡി വീണ്ടും നസ്ലിനെ നായകനാക്കി അണിയിച്ചൊരുക്കിയ ചിത്രം എന്ന പ്രത്യേകത ഉണ്ടായിരുന്നെങ്കിലും ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ വലിയ വിജയമൊന്നും സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും നല്ലൊരു അഭിപ്രായം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ മനോരമ മാക്സ് സ്വന്തമാക്കി ഈ വരുന്ന ജനുവരി മാസം 17-ാം തീയതി, അതായത് അടുത്ത വെള്ളിയാഴ്ച മനോരമ മാക്സ് ഈ ഒരു സിനിമയെ സ്ട്രീമിംഗ് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അടുത്ത ആഴ്ച, അതായത് ഈ വരുന്ന അടുത്ത വ്യാഴാഴ്ച റിലീസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു ചിത്രം നോക്കണേ. ജോജു ജോർജ് ആദ്യമായിട്ട് രചനയും സംവിധാനം നിർവഹിച്ച് കഴിഞ്ഞ വർഷം തിയേറ്ററിലോട്ടെത്തി ഏകദേശം 36 കോടിയോളം കളക്ഷൻ നേടി കഴിഞ്ഞ വർഷത്തെ വിജയ ചിത്രങ്ങളൊന്നായിട്ട് മാറിയ ചിത്രം പണി എന്ന് പറയുന്ന സിനിമ. ബിഗ് ബോസ് താരങ്ങളായിട്ടുള്ള ജുനൈസ്, സാഗർ സൂര്യ തുടങ്ങിയവരായ ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ചിത്രം OTT റിലീസിന് തയ്യാറെടുക്കുകയാണ്. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ സോണി ലൈവ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ വരുന്ന ജനുവരി മാസം 16-ാം തീയതി, അതായത് അടുത്ത വ്യാഴാഴ്ച ചിത്രം റിലീസ് ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ട്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ ഭാഷകളുടെയായിട്ടാണ് പണി എന്ന് പറയുന്ന സിനിമ സോണി ലൈവ് സ്ട്രീമിംഗ് നടത്താൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര പേരാണ് ഈ സിനിമയുടെ OTT റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പോകുക. അവിടെ പിന്നെ ഈ ആഴ്ച ഒരു സർപ്രൈസ് OTT റിലീസ് ഉണ്ട്. അതായത് ഈ ഒരു വർഷത്തെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റായിട്ട് മാറിയ സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന സിനിമയുടേതാണ്. ഏകദേശം 50 കോടിക്ക് മുകളിൽ ചിത്രം കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ചിത്രം ഇന്ന് മിഡ്നൈറ്റോട് കൂടി തന്നെ വരും നമുക്ക് പ്രതീക്ഷിക്കാം. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ്. ബേസിൽ ജോസഫ്, നസ്രീൻ നസീം തുടങ്ങിയവരാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുണ്ടായത്. എന്തൊക്കെയാണ് ചിത്രം ഏകദേശം 60 കോടിക്ക് മുകളിൽ തിയേറ്റർ കളക്ഷനോടെ നേടി കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ വിജയ ചിത്രങ്ങൾ ഒന്നായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ചിത്രം ഇന്ന് മിഡ്നൈറ്റ് വഴി ഹോട്ട്സ്റ്റാർ വഴി സ്ട്രീമിംഗ് നടത്തുന്നതായിരിക്കും. നിലവിൽ മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ 5ഓളം ഭാഷകളുടെയായിട്ടാണ് ഹോട്ട്സ്റ്റാർ ഈ സിനിമയെ സ്ട്രീമിംഗ് നടത്താൻ പോകുന്നത്. അതോടൊപ്പം തന്നെ കൺഫേംഡ് ആയിട്ടുള്ള മറ്റ് അപ്ഡേറ്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കണം. ഒന്നാമത്തെ ചിത്രം അല്ലു അർജുൻ നായകനായിട്ടെത്തിയ പുഷ്പ ടു ദി റൂൾ എന്ന് പറയുന്ന സിനിമയുടേതാണ്. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സ് ഫെബ്രുവരി മാസത്തിലാണ് ഈ സിനിമയെ സ്ട്രീമിംഗ് നടത്താൻ പോകുന്നതാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ജനുവരി മാസം അവസാനത്തോടുകൂടി ചിത്രം OTT വരുമെന്ന് കണ്ടുകഴിഞ്ഞാലും എന്തൊക്കെയാണ് ഹിന്ദി ചിത്രത്തിന് വലിയൊരു തരംഗം ഇപ്പോഴും സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചിത്രത്തിന്റെ OTT റിലീസ് നീണ്ടു പോകുന്നത്. ഒരുപക്ഷെ മറ്റു ഭാഷകളിലുള്ള OTT റിലീസ് ഉടൻ തന്നെ വരുമെന്നും നമുക്ക് കണ്ടു തന്നെ അറിയാം. അതോടൊപ്പം തന്നെ കൺഫേം ആയിട്ടുള്ള മറ്റൊരു അപ്ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ ഈ ഒരു കഴിഞ്ഞ ക്രിസ്മസ് കാലത്ത് തിയേറ്ററിലോട്ടെത്തിയ ഉണ്ണിമൂന്നൻ ചിത്രമായിട്ടുള്ള മാർക്കോ എന്ന് പറയുന്ന സിനിമയുടേതാണ്. ഹനീഫദിനെ ഒരുക്കിയ ചിത്രം ഇതിനോടൊപ്പം തന്നെ 100 കോടി ക്ലബിലോട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT സംബന്ധിച്ചുള്ള അപ്ഡേറ്റുകളൊക്കെ ലഭ്യമായിരിക്കണം. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഡേറ്റ് ഇതുവരെയും കൺഫേം ആയിട്ട് പുറത്തുവിട്ടിട്ടില്ല. എന്തൊക്കെയാണ് തിയേറ്ററിൽ കാണാൻ പറ്റാത്ത ഒരുപാട് രംഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് നെറ്റ്ഫ്ലിക്സ് ഈ ഒരു സിനിമയെ സ്ട്രീമിംഗ് നടത്താൻ പോകുന്നതെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഫെബ്രുവരി മാസം അവസാനത്തോടു കൂടിയോ അല്ലെങ്കിൽ മാർച്ച് മാസത്തോടു കൂടി മാത്രമേ ചിത്രത്തിന്റെ OTT റിലീസ് ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് പറയാൻ സാധിച്ചിരിക്കുക. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിനായിട്ട്. അതോടൊപ്പം തന്നെ ക്രിസ്മസ് കാലത്ത് തിയേറ്ററിലോട്ട് എത്തിയ മറ്റൊരു ചിത്രമായിരുന്നു ലാലേട്ടൻ നായകനായിട്ടെത്തിയ ബറോസ് എന്ന് പറയുന്ന സിനിമ. ലാലേട്ടൻ തന്നെയാണ് ഈ സിനിമ ഡയറക്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയാണ് ചിത്രം വലിയൊരു വിജയമൊന്നും സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കിയെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ജനുവരി മാസം അവസാനത്തോടു കൂടി ആമസോൺ പ്രൈം വീഡിയോസിൽ ബറോസ് എന്ന് പറയുന്ന സിനിമ സ്ട്രീമിംഗ് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ ഭാഷകളുടെയായിട്ട് നമുക്ക് ബറോസ് എന്ന് പറയുന്ന സിനിമ ആമസോൺ പ്രൈം വീഡിയോസ് വഴി കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് ലഭ്യമായിരിക്കുന്നത്. അപ്പോൾ ഇതിലേത് ചിത്രം കാണാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രേക്ഷകർ കാത്തിരിക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.